ഗസയിൽ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ വോട്ടിനിടുന്നത് വീണ്ടും നീട്ടിവെച്ചു. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര ശ്രമം നടക്കുകയാണെന്ന് അമേരിക്ക അറിയിച്ചു. സംഘർഷഭൂമിയായ ഗസയിൽ കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ ഗസയിലെ അവസ്ഥ വിവരിക്കുന്നു. UN മെഡിക്കൽ ടീമിന്റെ മെഡിക്കൽ ഡോക്ടറായാണ് കോൺവോയ്ക്കൊപ്പം സന്തോഷ് കുമാർ നീങ്ങുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ച ഗസയിൽ ആശുപത്രി തുടങ്ങാനായി സംഘം പള്ളിക്ക് സമീപം ഒരു കെട്ടിടം കണ്ടെത്തി. എന്നാൽ അതിനു സമീപം ബോംബാക്രമണമുണ്ടായതോടെ ശ്രമം വിഫലമായി. കുട്ടികളടക്കം നിരവധി പേർ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ സംവിധാനമില്ല. കെട്ടിടത്തിന് സമീപമുള്ള 6 സ്കൂളുകളിലായി നിലവിൽ 10,000-ങ്ങളാണ് ക്യാമ്പ് ചെയ്യുന്നത്. വഴിയിൽ ഏകദേശം 20 കിലോമീറ്ററോളം തന്നെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് കാണുന്നത്, ലോറികൾ. അതായത് ഈ ഗാസയിലേക്കുള്ള വെള്ളം, ഭക്ഷണം, മറ്റത്യാവശ്യ സാധനങ്ങൾ, മരുന്നുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വഴിയിൽ ഇങ്ങനെ ഏകദേശം 400 മുതൽ 500 ട്രക്കുകളിൽ ഇങ്ങനെ കെട്ടിക്കിടപ്പാണ് ഉള്ളത്. വഴിനീളെ ഗസയിലേക്കുള്ള ഭക്ഷണവും വെള്ളവും മറ്റ് അവശ്യവസ്തുക്കളുമായുള്ള വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണ്. അവശ്യവസ്തുക്കൾ ഗസയിലേക്ക് ഇസ്രായേൽ കടത്തിവിടുന്നില്ല. യുദ്ധത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഭക്ഷണത്തിനും വെള്ളത്തിനും കടുത്ത ക്ഷാമം. ഒഴിഞ്ഞ കടമുറികളാണ് എല്ലായിടത്തും. UN അധികൃതർ വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പും മാത്രമാണ് സംഘർഷബാധിത പ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയം. ശുദ്ധജലമില്ലാത്തതിനാൽ ടൈഫോയിഡ്, കോളറ തുടങ്ങി ജലജന്യ രോഗങ്ങൾ പടരുന്നു. ഖാൻ യൂനിസിൽ ആക്രമണം നടക്കുന്നതിനാൽ റഫയിലേക്കുള്ള ജനങ്ങളുടെ കൂട്ടപ്പലായനം തുടരുകയാണ്. 16 കിലോമീറ്റർ ചുറ്റളവിൽ 2 മില്യണിലധികം ജനങ്ങളാണ് ടെന്റുകളിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് 24.